പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ ചെന്താമര കുറ്റക്കാരനാണെന്ന് കോടതി. പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് വിധി. എന്തെങ്കിലും പറയാനുണ്ടോ എന്ന കോടതിയുടെ ചോദ്യത്തിന് തന്നെ കൊല്ലാൻ വിധിച്ചോളൂ എന്നതായിരുന്നു മറുപടി. കേസിൽ പ്രതിക്കുള്ള ശിക്ഷ ബുധനാഴ്ച വിധിക്കും. നാടിനു നടുക്കിയ ഇരട്ടക്കൊലക്കേസിൽ 1.5 വർഷത്തിനു ശേഷമാണ് വിധി വരുന്നത്. 2025 ജനുവരി 27 നെന്മാറ പോത്തുണ്ടി സ്വദേശികളായ സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തിയത്. കേസിൽ പ്രതി ചെന്താമര കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ പാലക്കാട് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി കൊലക്കുറ്റം തെളിഞ്ഞതായി വ്യക്തമാക്കി. വിധി പറയുമ്പോഴും ഒന്നും കൂസാതെയായിരുന്നു ചെന്താമര കോടതിയിൽ നിന്നത്. എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ച കോടതിയോട് തൂക്കിക്കൊന്നോളൂ എന്നായിരുന്നു ചെന്താമരയുടെ മറുപടി. ഒരു കർണത്തടിച്ചാൽ മറ്റേ കർണം കാണിച്ചു കൊടുക്കാൻ താൻ ഗാന്ധിജിയല്ല, വേണ്ടി വന്നാൽ മറ്റുള്ളവരെയും കൊല്ലുമെന്നും ഭീഷണി. ജഡ്ജിയെയും കോടതിയെയും ചെന്താമര വെല്ലുവിളിച്ചു. എഴുതാൻ കഴിയുന്നതൊക്കെ എഴുതിക്കോ എന്നും തൻ്റെ വഴിയിൽ തടസ്സം നിന്നാൽ ഇങ്ങനെ തന്നെ പെരുമാറുമെന്നും ചെന്താമര കോടതിയോട് പറഞ്ഞു. തുടർന്ന് കേസിൽ ശിക്ഷ വിധിക്കുന്നത് മറ്റന്നാളത്തേക്ക് മാറ്റി. കൊല്ലപ്പെട്ട സുധാകരൻ്റെ മക്കളും വിധി കേൾക്കാൻ എത്തിയിരുന്നു. 2019 സുധാകരൻ്റെ ഭാര്യ സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷമായിരുന്നു ഇരട്ടക്കൊലപാതകം. ചെന്താമരയുടെ ഭാര്യ വീട്ടിൽ പോകാൻ കാരണം സുധാകരനും കുടുംബവുമാണെന്ന സംശയത്തെ തുടർന്നായിരുന്നു ക്രൂരകൃത്യം. 2022 സജിത വധക്കേസിൽ ജാമ്യത്തിലിറങ്ങിയ പ്രതി ജാമ്യവ്യവസ്ഥ ലംഘിച്ചാണ് നെന്മാറയിൽ എത്തിയത്. തുടർന്ന് നിരന്തരം സുധാകരൻ്റെ കുടുംബത്തെ കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി. പ്രതി നാട്ടിലെത്തിയ വിവരം പോലീസിനെ അറിയിച്ചിരുന്നെങ്കിലും പിടികൂടാൻ തയ്യാറായില്ല. ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷവും സുധാകരൻ്റെ കുടുംബത്തെ ഇയാൾ നിരന്തരം ഭീഷണിപ്പെടുത്തിയിരുന്നു. എന്നാൽ ഈ പരാതികൾ പോലീസ് മുഖവിലക്കെടുത്തില്ല. കേസിൽ 132 സാക്ഷികളാണ് ഉണ്ടായിരുന്നത്. 30-ലധികം രേഖകളും ഫോറൻസിക് പരിശോധനാ ഫലവും ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ തെളിവുകളും പോലീസ് കോടതിയിൽ സമർപ്പിച്ചു. ഫെബ്രുവരി 23 മുതൽ മെയ് 6 വരെയാണ് വിചാരണ നടന്നത്. 132 സാക്ഷികളിൽ 4 പേർ കൂറുമാറിയിരുന്നു. കേരള വിഷൻ ന്യൂസ്, പാലക്കാട്.